ഹലോ, ഇന്നൊരു ഓണം സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇന്നലെയെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തിടണമെന്ന് ഓർത്ത, പക്ഷേ സമയം കിട്ടിയില്ല. സൺഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ ചർച്ചിൽ പോയി. ഓണാന്ന് കരുതി ചർച്ചിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം സാരിയൊക്കെ എടുത്ത് പോകാൻ മടിയായതുകൊണ്ട് ഒരു ഓണം വൈബ് തോന്നി കുർത്തിയാട്ടോ ഞാൻ ഇട്ടത്. ഇത് ഞാൻ തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുപ്പിച്ചത്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ആദ്യം തന്നെ അത്തപ്പൂക്കള പണികളിലേക്ക് കിടക്കുകയാണ്. ഇത് ഞങ്ങൾ തലേദിവസം കൊച്ചി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിലോയ്ക്ക് 125 രൂപയ്ക്ക് കൊടുത്ത് 2 കിലോ പൂ വാങ്ങിയതാണ്. ഞാനിവിടെ അത്തപ്പൂക്കളുടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഷർമെൻ്റ് എടുത്തൊന്നാലും ഒരു ഊഹത്തിനങ്ങ് വരയ്ക്കും കേട്ടോ. ഹസ്ബൻഡും അനിയത്തിരുന്ന് ഇവിടെ പൂക്കൾ ഇങ്ങനെ എരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൂ ഇങ്ങനെ അടർത്തി ഇടുന്നതിലും കുറച്ചുകൂടെ രസം കേട്ടോ, ഇങ്ങനെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിടുവാണെങ്കിൽ. അങ്ങനെ ഞാനിവിടെ അത്തപ്പൂക്കളുടെ ഡിസൈനൊക്കെ വരച്ച് ഏതാണ്ട് പൂർത്തിയാക്കി. അപ്പോഴത്തേക്കും പിന്നെ അവരുടെ കൂടെ പോയിരുന്ന് ആ പൂക്കളൊക്കെ അരിയാൻ കൂടി. ഇത് നമ്മുടെ പറമ്പിലൊക്കെ വെറുതെ കാട് പോലെ വളർന്ന ഒരു തരം ചെടിയാട്ടോ, നമ്മൾ വെറുതെ വെട്ടിക്കളരുന്ന ചെടി. അതിൻ്റെ ഇല ഞങ്ങളെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോ കിലോ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. മൊത്തം 250 രൂപയുടെ പൂവാണ് വാങ്ങിയതെങ്കിലും 125 രൂപയുടെ പൂവ് ഉപയോഗിച്ചിട്ടുള്ളൂ. പകുതി കൂടുതലും വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അത്തപ്പൂക്കളമായിരുന്നു. ആ പച്ചയിലതാ നമ്മുടെ വയ്യാലപ്പുറത്തൊക്കെ വെറുതെ വളരുന്നത് ചെരവപ്പപ്പൻ എന്നൊക്കെ ഇവിടെ പറയുന്ന സാധനം, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയത്തില്ല. ഇതായിരുന്നു പർപ്പിൾ കടലോ ചെടി. ഇതൊക്കെ നമ്മൾ വെറുതെ വെട്ടിക്കളയുന്ന സാധനം കേട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഞങ്ങൾ അത്തപ്പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ള കളറിലുള്ളത് പൂക്കളല്ല കേട്ടോ, അത് നമ്മൾ പായസത്തിനൊക്കെ നമ്മൾ പാല് പിഴിയില്ലേ, അത് കഴിഞ്ഞിട്ട് മിച്ചം വന്ന തേങ്ങാപ്പീരി കേട്ടോ, അതൊക്കെ എടുത്തങ്ങ് ഇട്ടു. വെള്ളപ്പൂവിന് ഭയങ്കര വിലയായിരുന്നു ഇവിടെ. അങ്ങനെ പൂക്കളമൊക്കെ ഇട്ടതായിരുന്നു. ഞാനും അനിയത്തിയും ഹസ്ബൻഡും കൂടെയാണ് പൂക്കളം ഇട്ടത്. അപ്പം അമ്മയുടെ റോസാ ചെടിയെന്ന് പറിച്ചൊരു റോസാ പൂവും കൊടുത്താൽ അനിയത്തി നടുക്കോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൂക്കളത്തിൻ്റെ പരിപാടിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ 125 രൂപയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പൂക്കളമായിരുന്നു കേട്ടോ ഇത്. ബാക്കിയൊക്കെ നമ്മുടെ പറമ്പിൽ കാണുന്ന സാധനങ്ങളാണ്. പൂക്കളൊക്കെ ഒത്തിരി മിച്ചം വന്നുകൊണ്ട് ബാക്കി പൂവുണ്ട് ഹാപ്പി ഓണെന്നും കൂടെ എഴുതി കൊടുത്തു. എന്നിട്ട് മിച്ചം വന്ന പൂവൊക്കെ നമ്മൾ കൊണ്ടു കളഞ്ഞു. പിന്നെ ഇവിടെ സത്യവട്ടങ്ങളാട്ടോ ഈ കാണുന്നത്. കുറേ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. സാമ്പാറും മോരും കാളനും ഓലനും 3 കൂട്ടം പായസവും അങ്ങനെയുള്ള അടിപൊളി സദ്യയായിരുന്നു. ഞങ്ങൾ മുൻപേരും കൂടെ അമ്മേനെ സഹായിക്കാനെന്ന് പറഞ്ഞ് വാഴയില വെട്ടാൻ പോയതാണ്. വാഴ ഇട്ടപ്പോൾ പ്രത്യേകിച്ച് റോബസ്റ്റ വാഴയുടെ ഇല വെട്ടിയെടുക്കാൻ പാടില്ല, അത് പെട്ടെന്ന് കീറിപ്പോവും. പക്ഷെ നമുക്കതറിയില്ലായിരുന്നു. നമ്മൾ കണ്ട എല്ലാ വാഴയുടെ ഇല വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടെന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ. സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയി. ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിലോട്ട്. വളരെ അടുത്താണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ വീട്ടിൽ ചെന്നാൽ നോക്കുന്നത് അമ്മയുടെ ചെടിയൊക്കെ ഇതുവരെ വളർന്നു എന്നാട്ടോ. അമ്മ ഒരു വലിയ ചെടിപ്രേമിയാണ്. എനിക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് നോക്കാൻ മടിയാണ്. അമ്മ ചെടികളൊക്കെ നന്നായിട്ട് നോക്കും. അങ്ങനെ ഈ ചെടികളൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം എടുക്കാം കേട്ടോ. ഒന്ന് രാത്രി ചെയ്തുകൊണ്ട് വീഡിയോ ഒന്ന് നന്നായിട്ട് എടുക്കാൻ പറ്റിയ. ഇതാണ് അമ്മയുടെ ചെടികളിൽ എൻ്റെ ഫേവറേറ്റ് ചെടി, അമ്മയുടെ മണി പ്ലാന്റ്. അങ്ങനെ കുറേ അധികം ചെടികളുണ്ട് ഇവിടെ. വേറൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു, ചെടികളൊക്കെ കണ്ടു, ഫത്താനൊക്കെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് സദ്യ കഴിച്ചു. ഇവർ ഉച്ചയ്ക്ക് ഇലയിട്ട് സദ്യ ഒന്നും കഴിച്ചില്ല കേട്ടോ. നമ്മുടെ കൂടെ വൈകുന്നേരമാണ് ഇവിടെ എല്ലാവരും സദ്യ കഴിച്ചത്. അമ്മയും അപ്പയും അനിയനും അമ്മച്ചിയും ഒക്കെ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് എടുത്ത് യാത്ര പറയുകയാണ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു, ഒരു അടിപൊളി ഓണാഘോഷം. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.